വിഷ്ണുദാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരുവിൽ നിന്നും വിഷ്ണു എത്തുന്നു. വിഷ്ണുവിനെ പോലീസുകാരാണ് എലത്തൂരിലേക്ക് എത്തിക്കുന്നത്. വളരെ സന്തോഷത്തിൻ്റെ കല്യാണ തിരക്കിലേക്ക് വന്നിറങ്ങേണ്ട വിഷ്ണുവാണ്. ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ബോംബെയിലോട്ടും ബാംഗ്ലൂരിലോട്ടും ഒന്ന് മാറിപ്പോയി. അമ്മയും അച്ഛനെയും കാണുന്ന രംഗം കൂടി രസകരമായ രംഗമായിരിക്കും. അച്ഛനും അമ്മയും കാത്തിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവർ വല്ലാതെ ടെൻഷൻ അടിച്ചു പോയി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ. അമ്മയും അച്ഛനും ഉള്ളിലുണ്ട്. അമ്മ തീർച്ചയായിട്ടും എന്താടാ ഈ കാണിച്ചത് എന്ന് ചോദിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും വിഷ്ണുവിന് ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടു എന്നാണ് പറയുന്നത്. അതിൻ്റെ പേരിൽ ബോംബെയിലേക്കും ബാംഗ്ലൂരിലേക്കും പോയി എന്തായാലും ശുഭപരിവശയായി തീർന്നു. എലത്തൂരിലെ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും വളരെ കൃത്യമായി ആ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്തു. എല്ലാവരും ഹാപ്പിയാണ്. വിഷ്ണുവിൻ്റെ അമ്മ ഹാപ്പി, വിഷ്ണുവിൻ്റെ അച്ഛൻ ഹാപ്പി, വിഷ്ണു ഹാപ്പി, വിഷ്ണു കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടി ഹാപ്പി, മൊത്തത്തിൽ ഹാപ്പി. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്, വിഷ്ണുമോനും ഹാപ്പിയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ മാനസിക പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ നാട്ടിൽ പോയി ഈ സാമ്പത്തിക ബാധ്യതകളായിട്ടൊക്കെ ഇറങ്ങിയാൽ എങ്ങനെ? ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനല്ലേ, ഇതൊക്കെ നേരിടണം. താങ്കളൊരു കേന്ദ്ര സർക്കാർ ജീവനക്കാരൻ കൂടിയല്ലേ, ടെൻഷൻ ഉണ്ടാവും. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ബെന്യാമിൻ പറഞ്ഞതുപോലെ നമ്മൾ അനുഭവിക്കാത്ത നമ്മുടെ വിഷമങ്ങൾ നമ്മളെ സംബന്ധിച്ച് ഒരു കെട്ടുകഥ മാത്രമാണ് അല്ലേ. അപ്പോൾ അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിഷ്ണുവിനെ അറിയുള്ളൂ വിഷ്ണുവിൻ്റെ സങ്കടം. എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ മാറ്റിവെച്ച് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇരിക്കുക. കല്യാണം കഴിക്കാൻ പോകുന്ന പുതിയ പങ്കാളിക്കൊപ്പം കുറച്ച് സമയമൊക്കെ ചിലവഴിക്കുക.